ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള പ്രതിരോധ സഹകരണ മൂന്നാം ലോക രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കും പ്രാദേശിക സമാധാനത്തിനും ഹാനികരമാകരുത് എന്നാണ് മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് ചൈനീസ് അധികൃതർ അടക്കം വ്യാഴാഴ്ച പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് സൈന്യത്തിന്റെ പ്രസ്താവന അത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ യുദ്ധക്കപ്പലുകളും ഫിലിപ്പീൻസ് നാവിക കപ്പലുകളും തമ്മിലുള്ള നാവിക അഭ്യാസങ്ങളെ സംബന്ധിച്ചും തുടർന്ന് ഫ്രഞ്ച് നാവികസേനയുമായി ഫിലിപ്പീൻസ് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യോമ അഭ്യാസത്തെക്കുറിച്ചും ചൈന പ്രതികരിച്ചിരുന്നു. ഈ വസ്തുതകൾ ചൈനീസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ വു കിയാൻ വ്യക്തമാക്കുകയായിരുന്നു. സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം മറ്റ് രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമോ എന്ന ആശങ്കയുണ്ട് എന്നും ചൈനീസ് വക്താവ് പറയുന്നു. ഈ സൈനിക അഭ്യാസങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഹാനികരമാകരുത് എന്നാണ് ചൈനയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു രാജ്യങ്ങളുമായി ഫിലിപ്പീൻസ് നടത്തുന്ന സൈനിക സഹകരണങ്ങൾക്കെതിരെ ചൈന പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവികസേനകൾ തമ്മിൽ വർക്ക് നടക്കുന്ന ദക്ഷിണ ചൈന കടലിന്റെ ഭാഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ഇരു നാവികസേനകളും പലതവണ മുഖാമുഖം വന്നിട്ടുമുണ്ട്. അടുത്തിടെ ഈ ഭാഗങ്ങളുടെ നിയന്ത്രണം ബീജിംഗ് അവകാശപ്പെട്ടതിനെ തുടർന്ന് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക കപ്പലുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. തക്ക പ്രദേശങ്ങൾ തങ്ങളുടേതാണോ എന്ന അവകാശവാദവുമായി മനിലയും രംഗത്ത് എത്തിയിരുന്നു. ഈ മാസം ആദ്യം തങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാൻ ചൈനീസ് കപ്പലുകൾ ജലപീരങ്കി പ്രയോഗിച്ചതായി ഫിലിപ്പീൻസ് നാവികസേന ആരോപിച്ചിരുന്നു. ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ച രംഗത്ത് ഉണ്ട്. ഡിസംബർ ആദ്യഘട്ടത്തിലാണ് INS കത്മതിന്റെ ഫിലിപ്പീൻസ് സന്ദർശന വേളയിൽ ഫിലിപ്പീൻസ് നാവികസേനയുടെ ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലായ BRP റാമോൺ അൽക്കാരസിനൊപ്പം ദക്ഷിണ ചൈന കടലിൽ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തത്. ദക്ഷിണ ചൈനീസ് കടലും അതുപോലെ തന്നെ അറബിക്കടലിൽ നടക്കുന്ന വലിയ പ്രതിസന്ധികൾ, ചെങ്കടലിൽ നടക്കുന്ന ഹൂതികളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ചൈനയുടെ ഗവേഷണ കപ്പലിന് അനുമതി നിഷേധിച്ചതിന് ഇന്ത്യയെ അറിയിച്ച ശ്രീലങ്ക രംഗത്തെത്തുന്നതും ഈ ഘട്ടത്തിൽ. രാജ്യത്തെ തുറമുഖങ്ങളിലോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലോ ഒരു വർഷത്തേക്കാൾ ഇത്തരം ചൈനീസ് കപ്പലുകൾക്ക് നിരോധനം ഉണ്ടാകും. നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച ചൈനീസ് കപ്പൽ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നു.